ഫ്രണ്ട്സ് ജോലി കഴിഞ്ഞ് വരുമ്പോഴേ മീൻ വാങ്ങിക്കാനായിട്ട് കയറി നാളെ അയില വാങ്ങിച്ചു. പക്ഷേ മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും വല്ല ഉപ്പേരിയൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ അയില ഉണ്ടായിരുന്നില്ല. പിന്നെ ചാള ഉണ്ടായിരുന്നു, ചെറിയ ചാളയായിരുന്നു. അതൊക്കെ നന്നാക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് പട്ടത്തി മാന്തൾ വാങ്ങിച്ചു. ഇവിടെ ഇഷ്ടമാണ് മാന്തൾ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം പിന്നെ മാങ്ങ ഇട്ടിട്ടാണ് വെക്കണത്. അപ്പോൾ മാങ്ങ ഒരെണ്ണം തൊലിയൊക്കെ കളഞ്ഞ് അതൊക്കെ നുറുക്കിയിട്ടപ്പോഴാണ് വറക്കാനുള്ളത് മാറ്റി വെച്ചില്ലല്ലോ എന്ന് ഭാവിച്ചു വന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ വേഗം വറക്കാനുള്ളത് നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ടേ വറക്കാൻ കഷ്ണങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ വേഗം മാങ്ങ നുറുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളികേരം അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി അധികം ഉണ്ടാവും. അപ്പോൾ വല്ല കടലയോ മുതിരയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത് ഇഷ്ടമാണ്. മീൻ കറി കൂട്ടിയിട്ട് അവരുണ്ടോളും. എന്നിട്ട് ഞാൻ വേഗം മുളകൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോഴേക്കും വാവിച്ച് ബിജാഷേട്ടന് കൂടിയിട്ട് മണിക്കുട്ടനെ കൊണ്ടുവരാനായിട്ട് പോയി. അപ്പോൾ അങ്ങനെ വേഗം മുളക് വാങ്ങിച്ചത് നിങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടാവും. കൊണ്ടാട്ട മുളകില്ലേ, വലിയ മുളകായിരുന്നു. പക്ഷെ നല്ല എരിവായിരുന്നു. അത് കാരണം മുളക് പൊടി കുറച്ചിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ എൻ്റെ കൈ തന്നെ ഞാൻ കുറേ നേരം 10:30-11 മണി വരെ കൈ തന്നെ ചുട്ടു പുകയായിരുന്നു. മണിക്കുട്ടനെ അതേ വൈകുന്നേരം ചോറുണ്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു കൈ നന്നായിട്ട് പുകയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ തൊട്ട് പരത്തി കൊടുത്തു. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ മുളകൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇഞ്ചിയും ചതച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഞാൻ തൊലി കളഞ്ഞിട്ട് ഇത്തിരി അധികം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ വേഗം കഴുകിയെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കല്ലേ വേണ്ടോ. അപ്പം അങ്ങനെ വേഗം അതൊക്കെ ആയി വന്നു. അപ്പോൾ വാവിച്ച് വന്ന വശം കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചൂടാറട്ടെ അടിച്ചിട്ട് അവിടെ വെച്ച് നോക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കുറച്ചായി എടുത്ത് കുടിച്ചു. എന്നിട്ട് ഞാൻ വേഗം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ചൂടാക്കിയതിന് ശേഷം അതിൽ നാളികേരം ചിരകിയതും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ട് അത് അരച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മീൻകറി വെക്കുക. ഇവിടെ അമ്മയും ചേച്ചിയൊക്കെ അങ്ങനെയാണ് വെക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ വെക്കുക. ചേച്ചി പിന്നെ പലതരത്തിലും വെക്കും, പക്ഷെ ഞാനിങ്ങനെ തന്നെയാണ് വെക്കാറ്. അപ്പം അങ്ങനെ അതൊക്കെ നാളികേരം അതിൻ്റെ ഇടയിൽ ഉടച്ചിട്ട് ചിരകിയെടുത്തു. അപ്പോൾ ഇന്നാൾ വെള്ളം വാങ്ങിച്ചപ്പോഴേ ആ ചേട്ടൻ കൊണ്ടുവന്നതാണ് 3 നാളികേരം. 100 രൂപ, വലിയ നാളികേരമായിരുന്നു, നഷ്ടമില്ല. അപ്പം അങ്ങനെ 3 നാളികേരത്തിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, നല്ല വിലയില്ലേ നാളികേരത്തിന്. അപ്പോൾ അതിൽ ഒരു നാളികേരം എടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി മുറിനെയാണ് ഞാൻ ചിരകിയെടുത്തുള്ളൂ. അധികം നാളികേരം അരച്ചിട്ട് വെക്കണത് ഇഷ്ടമില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ നന്നായിട്ട് കഷ്ണം കൂട്ടാനില്ലാത്ത അത്ര ഇഷ്ടമില്ല, പക്ഷേ ചാറ് വേണം. അപ്പോൾ ഞാൻ ഇത്തിരി അതൊക്കെ അരച്ചിട്ട് ഇത്തിരി അധികം ചാറൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് ആദ്യം തന്നെ ഞാൻ കൈ കൊണ്ടാണ് കലക്കിയെടുത്തത്. എപ്പോഴും അമ്മ അങ്ങനെയാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ അമ്മ ചെയ്യണ പോലെ തന്നെയല്ലേ നമ്മളും ചെയ്യുക. അപ്പം അങ്ങനെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കയ്യിലോണ്ടൊക്കെ നന്നായി ഇളക്കി സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് വറക്കാളതും തിരുമ്പി കൂട്ടിയെടുത്തു. അപ്പം അങ്ങനെ മുഴുവൻ വറക്കണില്ല, കുറച്ചേ വറക്കണുള്ളൂ. 4 കഷ്ണം മാത്രമേ വറക്കണുള്ളൂ. ബാക്കി നാളെ കാലത്ത് വറുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ മണിക്കൂട്ടന് ക്ലാസ് ഇല്ല എന്ന് വെച്ചാൽ സ്റ്റഡി ലീവാണ്. ക്ലാസ് ഉണ്ട്, പക്ഷെ ആൾ പോകണില്ല, വീട്ടിലിരുന്നിട്ട് പഠിക്കുകയാണ് ചെയ്യണത്. പിന്നെ വാവിച്ചിക്ക് പോകണം. വാവിച്ചിക്ക് നാളെ IT പരീക്ഷയാണ്. അപ്പോൾ അവൾ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കടലയൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എല്ലാ പണികളും കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കി പോയി കിടക്കുമ്പോൾ വെള്ളത്തിലിടാൻ എപ്പോഴും അങ്ങനെ മറക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ട് വെച്ചു കൈയോടെ തന്നെ. എന്നിട്ട് ഞാൻ വാവിച്ച് കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തിട്ട് കയ്യിലുകളൊക്കെ ഇവിടെ വെച്ചു. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വറക്കാനുള്ള മീനും മാറ്റി വെക്കണത്. അപ്പോൾ ഇത് വറുത്തിട്ട് നാളെ കടല ഉപ്പേരിയും വെച്ച് കഴിഞ്ഞാൽ നാളേക്കുള്ള കാര്യം സെറ്റായി. പിന്നെ മീൻകറി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ മതി. വിജയശേട്ടനാണെങ്കിൽ മീൻകറി കൂട്ടിയിട്ട് ചോറ് കൊണ്ടൊക്കോളും. അപ്പം അങ്ങനെ ഞാൻ മീൻ വാങ്ങണത് തന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പകുതി പണി കുറയും. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇന്ന് മീൻകറി വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം വരെ ആ കറി കൂട്ടും. പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിക്കൂന് കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി കാലത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ മീൻകറിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് വന്നിട്ട് നോക്കിയപ്പോഴേ വാവച്ചി ഇവിടെ ഒരു ബുക്കൊക്കെ കട്ട് ചെയ്തിട്ട് 3 ബുക്കുകൾ ഉണ്ടാക്കി. അപ്പോൾ അത് ഹാദിയയ്ക്ക് അമ്മയ്ക്കും കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യണത്, അവളുടെ കൂട്ടുകാരികൾക്ക്. അപ്പോൾ ആൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് തന്നെയാണ് അതൊക്കെ ചെയ്തിട്ട് പോവാറ്. അപ്പം അങ്ങനെ ആളെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് ചെയ്യായിരുന്നു. അപ്പം ഞാനിത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാം, അമ്മയെ വീഡിയോ എടുക്കല്ലേ, എനിക്ക് മടിയാണ്, നാണാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് ഇതുപോലെ 4 ബുക്ക് ഉണ്ടാക്കി. 4 ബുക്ക് ഉണ്ടാക്കിയിട്ട് ആളിതുപോലെ പൊതിഞ്ഞ് അങ്ങനെ കവറിലൊക്കെ ആക്കി കെട്ടിയിട്ട് ഹാദിയയ്ക്ക് അമ്മയ്ക്കാന്നൊക്കെ പറഞ്ഞു. അവർക്ക് കൊടുത്തോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഹാദിയ അമ്മയൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടണം തന്നോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്നിട്ട് എൻ്റെ പണികളൊക്കെ നോക്കി. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി കാലത്തത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോഴേക്കും മണിക്കുട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു. അമ്മയെ വിശക്കുന്നുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് ചോറിൻ്റെതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് മിച്ചറും കൊടുത്തു. പിന്നെ ഞാൻ അധികം മിച്ചറൊന്നും കൊടുത്തില്ല, എന്താണെന്ന് വെച്ചാൽ പിന്നെ ചോറുണ്ണാനായിട്ട് വിശപ്പൊക്കെ പോകുമല്ലോ. അപ്പോൾ ഞാൻ വേഗം മീൻ വറുത്തിട്ട് അമ്മ ചോറ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ
വേഗം മീൻകറിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇറക്കി വെച്ചു. പിന്നെ ഞാൻ 4 കഷ്ണം മീൻ തന്നെ വറുത്തുള്ളൂ. അപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, അമ്മേ അപ്പടി തലക്കഷ്ണമാണോ വറക്കണേ, നടുക്കഷ്ണം വറുത്ത് തരുമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് നാളെ വറുത്ത് തരാം, ഇപ്പോൾ വൈകുന്നേരമല്ലേ, ഇപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വേഗം മീനൊക്കെ വറക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. ഒരടുപ്പത്ത് ഞാൻ മീൻ കറിയിലേക്കുള്ള ഉള്ളി മൂപ്പിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയും പിന്നെ മീൻ വറുത്തതും പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം ഉണ്ണാന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോഴേ നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട്. പിന്നെ മാങ്ങിയിട്ടിട്ടാണ് ഇപ്പോൾ മീൻ കറി വെക്കാറ്. വേറെ പുളിയൊന്നും ഞാൻ വേറെ ചേർക്കാറില്ല. മാങ്ങക്കാലമായി കഴിഞ്ഞാൽ മാങ്ങിയിട്ടിട്ട് വെക്കും. പിന്നെ ഇരുമ്പാമ്പുളി ഇട്ട് വെക്കണത് ഇവിടെ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ കുടപ്പുളി ഉണ്ടായിരുന്നില്ല, പിന്നെ കോൽപ്പുളിയല്ലേ, അപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു, നല്ല മൂവാണ്ട മാങ്ങ. പക്ഷേ മാങ്ങ ഉടഞ്ഞു പോയി. പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് അങ്ങനെ മീനൊക്കെ ഞാൻ ഭാവിച്ചപ്പോഴേക്കും വന്ന് മീനൊക്കെ പകുതി തിരിച്ചിട്ടു. പിന്നെ ഉടയണ കാരണം ഞാനത് മേടിച്ചിട്ടേ ഞാനങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ മീൻ കറിയൊക്കെ ഉള്ളിയൊക്കെ കാച്ചി ഒഴിച്ചു. അപ്പോൾ അങ്ങനെ മീൻ കറി മീൻ വറുത്തതും ഉപ്പേരിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ വിളമ്പുകയാണ്. അപ്പോഴേക്കും അവിടെ ഭയങ്കര എന്താ പറയുക വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായി. അപ്പോഴേക്കും ഞാൻ പിന്നെ മിച്ചറൊക്കെ കൊടുത്ത കാരണം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ അടുക്കള ക്ലീൻ ചെയ്യലും കൂടിയും കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ടി വി ഒക്കെ കണ്ടിരിക്കുകയായിരുന്നു, ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ കുറച്ച് നേരം. അപ്പോൾ അങ്ങനെ ടി വി കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ അടുക്കളയൊക്കെ തുടച്ചു, തിണ്ടൊക്കെ തുടച്ചെടുത്തതിന് ശേഷം വേഗം ഞാൻ ചോറൊക്കെ വിളമ്പി. ചോറ് വിളമ്പിയപ്പോൾ വാവിച്ചാണ് എനിക്ക് വീഡിയോ പിടിച്ച് തരുന്നത്. ചോറ് വിളമ്പി, മീൻകറി വിളമ്പി. അപ്പോൾ വിശന്നിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ മീൻ വറുത്തതും കൂടിയിട്ട് മണിക്കൂട്ടനെ ആദ്യം തന്നെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വാവിച്ചയ്ക്ക് പിന്നെ ഞാൻ ചോറ് വാരി കൊടുക്കുകയാണ് ചെയ്യാറ് എപ്പോഴും വൈകുന്നേരം. അപ്പം അങ്ങനെ മണിക്കൂട്ടന് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വാവിച്ചയ്ക്കും ചോറൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു. നാളേക്കുള്ളത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം കാലത്തുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തത്. പിന്നെ കടല വെള്ളത്തിലിട്ടുണ്ട് എന്ന് പറഞ്ഞുല്ലോ. അപ്പം അങ്ങനെ കടലയൊക്കെ ഞാനൊരു സബോളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഉപ്പുപൊടിയൊക്കെ ഇട്ടിട്ട് കടല വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോൾ സബോള അരിഞ്ഞിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക മണമാണ് കടലുപ്പേരിക്ക്. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ട് വേഗം മണിക്കൂട്ടനുള്ള പാലും തിളപ്പിച്ചെടുത്തു. ബാക്കിയുള്ള പാലിൽ പഞ്ചസാരയും ചായയിലൊക്കെ ഇട്ടിട്ട് ചായ ആക്കാനായിട്ട് വെച്ചു. പിന്നെ ഞാൻ മീൻകറി മേശയമ്മ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഉറുമ്പൊന്നും വരണ്ടാച്ചിട്ട്. അപ്പം മീൻകറി തിളപ്പിച്ചെടുക്കണം, കടലുപ്പേരിയും മീൻകറിയും പിന്നെ മീൻ വറുത്തെടുക്കണം, അങ്ങനെയുള്ള പണികൾ തന്നെയുള്ളത്. അപ്പോൾ പകുതി പണിയില്ലല്ലോ. അപ്പോൾ മണിക്കൂട്ടൻ്റെ വിജയശേട്ടൻ ട്യൂഷന് കൊണ്ടാക്കി. പിന്നെയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.